ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മിനി വ്ളോഗുമായിട്ടാണ്. പെട്ടെന്നൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയതാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ പിന്നെയും പ്ലാനിങ് ഒന്നും ഇല്ലാതെ കമ്പം വരെ ഒന്ന് പോയി. അവിടുത്തെ മുന്തിരിത്തോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏതായാലും പോയതല്ലേ, അപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്തേക്കാം, അത് നിങ്ങളെയും കൂടി ഒന്ന് കട്ടിത്തരാമെന്ന് ഓർത്തു. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഫ്രീ വിസിറ്റാണ് അവിടെ. നിങ്ങളതുവഴി കമ്പം വഴിയൊക്കെ കടന്നു പോവാണ് ഫാമിലിയായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ ഞങ്ങളപ്പം പെട്ടെന്ന് തീരുമാനമൊന്നും ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാണ് വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത്. ഞങ്ങളവിടെ ചെന്നത് ക്രിസ്മസിൻ്റെ പിറ്റേന്നാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യത്തിലേറെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഞങ്ങൾ എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. എൻ്റെ തൊണ്ട അടിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം, എനിക്ക് അലർജിയുടെ ഇഷ്യൂ ഉണ്ട്. ചെറിയൊരു കാറ്റ് എവിടെയെങ്കിലും ഏറ്റാൽ മതി എനിക്ക് അലർജി ഇഷ്യൂ വരും. ഇപ്പം ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും കാറ്റൊക്കെ ഏറ്റ് എൻ്റെ തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയാണേ. പിന്നെ ഒരുപാട് പേര് അവിടെ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇതെൻ്റെ അത്തച്ചിയാണ് കേട്ടോ, ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളാണേ. പിന്നെ ഈ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ, ഒരു റിബണൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പറിച്ചെങ്കിൽ നമുക്ക് 500 രൂപ ഫൈൻ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും കാവലിരിപ്പുണ്ട്. തൊടുമ്പോഴേ അവർ ഒച്ച വെക്കും. പിന്നെ ഫ്രഷ് മുന്തിരി കാണുമ്പോൾ നമുക്ക് കൗതുകമല്ലേ, ആരാണെങ്കിലും തൊട്ട് നോക്കുമല്ലോ. പിന്നെ എല്ലാവരും റീലൊക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ തൊട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും എടുത്തു റീല് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ജ്യൂസ്, ഫ്രഷ് മുന്തിരി ജ്യൂസ് ആക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. 20 രൂപ കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, മുഴുത്ത ഗ്ലാസ്സാണ്. 20 രൂപയ്ക്ക് ഉണ്ട്. അവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് വന്ന് MSR ഗ്രേപ്പ് ഗാർഡൻ എന്നാണേ. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടുകൊണ്ട് അവരെന്നോട് ചോദിച്ചു. അവർ വന്ന് കൊല്ലം പുനലൂരുകാരാണ്. അങ്ങനെ ഹായ് പറഞ്ഞേരെ. ഹായ്. എന്റെ മോൻ പറിക്കല്ലേ? ഇല്ലില്ല, അതെ, എടുത്തു. എൻ്റെ പേരൊക്കെ എന്താ? എന്റെ പേര് മാഹി. കുറച്ച് നേരം നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു വൈകുന്നേരം ഒരു 6-6:30 കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോഴേ താമസിച്ചിരുന്നു കേട്ടോ, പെട്ടെന്ന് പ്ലാനിങ് ഇല്ലാതെ പോയതുകൊണ്ട്. വീട്ടിൽ പെരിയാർ ചെന്നപ്പോൾ 2 മണിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ പോയി അങ്ങനെ അന്നേരം സന്ധ്യയായി. ഇത് ഇവർ വിളവെടുപ്പ് കഴിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ, അവിടെ നമുക്ക് പ്രവേശനമൊന്നുമില്ല. പിന്നെ ഇത് വന്ന് മുന്തിരി ഗാർഡനിലേക്ക് കയറുന്ന ഭാഗത്തിരിക്കുന്ന എൻട്രിയിലുള്ള ഒരു ഷോപ്പാണ്. അവിടെ ഇതുപോലെ ഉണക്കമുന്തിരി, പിന്നെ വൈന്, സ്ക്വാഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്തിരി അച്ചാർ ഉണ്ട്. ഉണക്കമുന്തിരി, വെള്ളമുന്തിരി, വൈനൊക്കെ ഇരിപ്പുണ്ട്. ഇത്തവണ ഞങ്ങളൊന്നും വാങ്ങിയില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പം വൈനും സ്ക്വാഷും വാങ്ങിയിരുന്നു.
പിന്നെ മുന്തിരി നമുക്ക് നടാനായിട്ട് അതും ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞങ്ങൾ നട്ട് എൻ്റെ മുന്തിരി നന്നായി ആർത്ത് വന്നു കേട്ടോ. ആർത്ത് വന്ന് മുന്തിരി ആവാറായപ്പം പൂച്ച വട്ടം ചാടി, അങ്ങനെ അത് നശിച്ചു പോയി. 2 കൊണ്ടുവന്ന് വെച്ച് ഒരെണ്ണം പിടിച്ചു. നമ്മുടെ ഇവിടെ പിടിക്കാൻ പാടാ, ചൂടല്ലേ, നല്ല തണുപ്പുള്ളിടത്ത് മുന്തിരി നന്ന് പെട്ടെന്നാവും. ഇവിടുന്ന് നമുക്ക് ഫ്രഷ് മുന്തിരിയും വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാവരും വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് കമ്പന്തേനി റോഡ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്, ഈ ഗാർഡന്. അവിടെ ഒരുപാട് കടകളും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അല്ലാത്ത കടകൾ, പിന്നെ 99 ഷോപ്പ്, അങ്ങനെ കുറച്ച് കടകളും ഇത് കണ്ട, ഇതൊക്കെ അവിടെ വന്ന വണ്ടികളാണ്. പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിൽ ചെറിയൊരു സിറ്റി പോലെ നമുക്ക് തോന്നും, കണ്ടെങ്കിൽ സിറ്റി അല്ല, നമുക്ക് കണ്ടെങ്കിൽ അങ്ങനെ തോന്നും, ചെറിയൊരു സിറ്റി പോലെ നല്ലൊരു തിരക്കുള്ളൊരു ഭാഗമാണ്. കുറച്ചധികം കടകളൊക്കെ ഉണ്ട്. അവിടെ വന്നവരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത് മൊത്തം കേട്ടോ. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ അവിടെ 99 ഷോപ്പ് എന്ന് പറഞ്ഞ പേരുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറി കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ അഫോർഡബിളായിട്ട് നല്ല പ്രൈസിൽ വീട്ടിൽ ഇടാനും അല്ലാതെയൊക്കെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിനൊക്കെ 499 രൂപ, 800 രൂപ, 899 രൂപയൊക്കെ റേറ്റുള്ള ഡ്രസ്സ്. അതൊക്കെ ഓഫറിലാണ് അവർ ഇട്ടേക്കുന്നത്. 99 ഷോപ്പ് എന്നാണ് അത് പറയുന്നത്. പിന്നെ അപ്പോൾ അതിൽ എല്ലാ തരം ഡ്രസ്സുകളുണ്ട് കേട്ടോ. ബോയ്സിനും ഗേൾസിനൊക്കെ ഉള്ള ഡ്രസ്സുകളുണ്ട്, നമുക്ക് വലിയവർക്ക് ഉണ്ട്. പിന്നെ ഇത് കോഡ് സെറ്റാണ്. ഈ കോഡ് സെറ്റ് ഞാൻ വാങ്ങി കേട്ടോ. പല കളറിലുണ്ടായിരുന്നു. ആ ബ്ലൂ ആണ് ഞാൻ വാങ്ങിയത്. 499 രൂപയുള്ളായിരുന്നു കേട്ടോ. എല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ്, അല്ലാതെ ചീപ്പ് ക്വാളിറ്റിയിലുള്ളതൊന്നും അല്ല. നമ്മുടെ ഈ ലെഗിനൊക്കെ 99 രൂപ, പിന്നെ 199 രൂപയുള്ള വീട്ടിലിരുന്ന് ബോട്ടംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കോഡ് സെറ്റൊക്കെ 299 രൂപ, ലെഗിന് വന്ന് 99 രൂപ. പിന്നെ ബേബി ഹഗ്ഗിൻ എന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഈ കുട്ടികളുടെ ഈ കോഡ് സെറ്റും ഇതൊക്കെ 149 രൂപ. ഇതും ബേബി ഹഗ്ഗിൻ്റെ ആണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ സന്ധ്യയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.